ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ നോമ്പിന്റെ പുണ്യപ്പെട്ട ഈ ദിനങ്ങളിൽ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ നാം പരിശ്രമിക്കുന്ന ഈ ദിനങ്ങളിൽ ആയതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചന ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന് 30 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ മറുരൂപമലയിൽ വെച്ച് യേശുതമ്പുരാൻ രൂപാന്തരപ്പെടുന്ന ആ സംഭവം വിശദീകരിച്ചുകൊണ്ടാണ്. തങ്ങളുടെ കൂടെ അത്ഭുതങ്ങൾ ചെയ്തും ഊണിലും ഉറക്കത്തിലും കൂടെ നടക്കുന്ന ഗുരുവായവൻ സാധാരണക്കാരനല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് എന്ന വലിയ ആ വെളിപ്പെടുത്തൽ 3 സ്ലീഹന്മാർക്കും അതുകൂടാതെ കൂടെയുള്ള സഹശിഷ്യന്മാർക്ക് ലഭിക്കുന്ന ആ വലിയ ഒരു അവസരം. രൂപാന്തരീകരണത്തിന് ശേഷം മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന യേശുതമ്പുരാന്റെ മുന്നിലേക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കുട്ടിയുമായി ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അവിടെ ആ കുട്ടിയിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നത് വഴി പിശാചുക്കളുടെ മേലും അധികാരമുള്ളവനാണ് തങ്ങളുടെ കൂടെ നടക്കുന്നത് എന്ന ശിഷ്യന്മാർ തിരിച്ചറിയുകയാണ്. പ്രകാരം കാറ്റിന്റെ മേലും കടലിന്റെ മേലും പിശാചിന്റെ മേലും സർവത്തിന്റെ മേലും അധികാരമുള്ളവൻ നാളെ ഒരുപക്ഷെ തങ്ങൾക്കായി ഒരു രാജ്യം സ്ഥാപിച്ചു തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യം പുനഃസ്ഥാപിക്കുമ്പോൾ ആരായിരിക്കും അവന്റെ ഇടത്തും വലത്തും ഇരിക്കുക, അല്ലെങ്കിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളത് അവരുടെ ഇടയിൽ ഒരു ചിന്തയായിട്ട്, ഒരു പ്രശ്നമായിട്ട് കടന്നു വരികയാണ്. ഇതിനെ സംബന്ധിച്ച് പല തർക്കങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ താനുമായിട്ട് പങ്കുവയ്ക്കപ്പെടാത്ത തന്റെ ശിഷ്യന്മാരുടെ ഈ ഒരു ചിന്ത, അവരുടെ ഇടയിലെ തർക്കം മനസ്സിലാക്കുന്ന ഗുരു അവരോട് പറയുകയാണ്, നിങ്ങളിൽ ഒന്നാമനാകുവാൻ മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനും ദാസനുമായിരിക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഒരു ബാലനെ തങ്ങളുടെ അടുക്കൽ മധ്യത്തിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, ഈ പൈതലിനെ പോലെയുള്ളവനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെയാണ് കൈക്കൊള്ളുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ അവൻ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ഈ ചെറിയവരിൽ ഒരുവൻ. ഈ ചെറിയവരിൽ ഒരുവനെ അവനായിരിക്കുന്നത് പോലെ ദൈവനാമത്തിൽ കൈക്കൊള്ളുക എന്നുള്ളത് ഈ നോമ്പിന്റെ വലിയ ഒരു ലക്ഷ്യമാണ്. പലപ്പോഴും പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയുമെല്ലാം ആത്മീയമായ ഉന്നതിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ കരുണയാൽ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ വർദ്ധിച്ച് വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും ഒക്കെ ദൈവം കൈപിടിച്ച് നടത്തി കഴിയുമ്പോൾ, ചെറിയവരിൽ ഒരുവനെ അവനായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ പൈതലിനെ പോലെ കൈക്കൊള്ളുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നത് നമ്മുടെ ഒരു പരാജയമാണ്. നമ്മുടെ ചിന്ത എപ്പോഴും നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും നമ്മുടെ ഇപ്പോഴത്തെ നിലയ്ക്കും വിലയ്ക്കും ഇണങ്ങുന്ന കൂട്ടുകെട്ടുകളാണ് നമുക്ക് എപ്പോഴും താല്പര്യം. എന്നാൽ ക്രിസ്തു പറയുന്നത്, ചെറിയവരിൽ ഒരുവനെ അവനായിരിക്കുന്നത് പോലെ കൈക്കൊള്ളുവാൻ, സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയരായി മാറുന്നത്. ഇതിനായി ക്രിസ്തു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും വളരെ ശ്രദ്ധേയമാണ്. കൈക്കൊള്ളുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളത്. ആത്മീയമായും ഭൗതികമായും ചെറുതാണ് അല്ലെങ്കിൽ ചെറിയവനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നവരെ, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ കൈക്കൊള്ളുവാൻ, അവരെ സ്വീകരിക്കുവാനും കൂടെ നിർത്തുവാനും കരുതുവാനും, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളുടെ നോമ്പും ഉപവാസവും എല്ലാം അർത്ഥവത്തായിട്ട് മാറുന്നത്. അപ്രകാരം വലിയ ഒരു കരുതൽ ചുറ്റുമുള്ളവരിലേക്ക് പകരുവാൻ, ഈ ദൈവസ്നേഹം നമ്മളായിരിക്കുന്ന മേഖലകളിലേക്ക് കൊടുക്കുവാൻ ഈ നോമ്പും ഉപവാസവും എല്ലാം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ആയതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തട്ടെ, അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.